എന്നുള്ളത് കാര്യത്തില്ലേ അത്രയ്ക്ക് പറയില്ല. അപ്പൊ ആൾക്കാർ പറയും എന്നെ പൊക്കി പറയാന്ന് പറയും. ഞാൻ നല്ലതെന്ന് പറയാറില്ലേ. ഹലോ, നമസ്കാരം. സുമിയാണ്. ലൈഫ് ഓഫ് അൻസുമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വിചാരിക്കുന്നത് വാട്ട് ഐ കുക്കിൻ്റെ ഡേ അല്ലെങ്കിൽ ഈറ്റിൻ്റെ ഡേ എന്നൊക്കെ പറയണ പോലത്തെ ഒരു വീഡിയോ ചെയ്യാതെ. കാരണം ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പോൾ തമാല ഒന്നുമില്ല. അപ്പം തമാലയ്ക്ക് ഓഫ് ഡേ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതിൽ കമൻറ്റിൽ ചോദിക്കും തമാല എവിടെയെന്ന്. അതാ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞാൽ നോക്കുന്ന ഓഫ് ഡേ ആണ്. അപ്പം ഇന്ന് ഞാൻ എന്തൊക്കെ കുക്ക് ചെയ്യുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ഒരുപാട് കുക്കിംഗ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം നമ്മൾ എന്താ കുക്ക് ചെയ്യണം എന്നുള്ളത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത്. അപ്പം നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതേ പതിവ് പോലെ തന്നെ നമ്മുടെ സൂര്യനൊക്കെ ഒന്ന് ഉദിച്ച് ഇതേ കുറച്ച് അങ്ങ് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഏകദേശം 6:45 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കൃഷിയുടെ ഒക്കെ നല്ല ശാന്തതയോടെ കിടക്കുകയാണ്. നല്ലൊരു ഹാപ്പിനെസ് ആട്ടോ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ. അപ്പം ഞാൻ സാധാരണ രാവിലെ എണീറ്റിട്ടുണ്ടെങ്കിൽ കൃഷിയിടത്തിൽ കൂടെയൊക്കെ ഇറങ്ങണ പതിവുണ്ട് കേട്ടോ. അപ്പോൾ ആ പതിവ് ഇന്ന് ഞാൻ തെറ്റിക്കുന്നില്ല. നേരെ നമുക്ക് കൃഷിയിടത്തിലൊന്ന് ചുറ്റിയിട്ട് വരാം. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ചെറിയൊരു കൊട്ടയും കൈ പിടിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ പറിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ചെന്നിട്ട് നോക്കുകയാണ് പയറിൽ പൂക്കളൊക്കെ ആയോ അതോ കൊഴിഞ്ഞു പോയിട്ടുണ്ടോ, എത്ര പയറുണ്ടായി, എന്താ ഇതിൻ്റെ അവസ്ഥ, അങ്ങനെയൊക്കെ കേട്ടോ ഇടയ്ക്കൊക്കെ നോക്കും. അതേപോലെ തന്നെ ഇലകളുടെ അടിയിൽ ജന്തുക്കൾ അല്ലെങ്കിൽ പ്രാണികളുടെ ശല്യം ഉണ്ടോ അതൊക്കെ നോക്കൂട്ടോ രാവിലെ ഇറങ്ങുമ്പോൾ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ ദിവസത്തിലൊരു വട്ടെങ്കിലും നമ്മൾ അതൊന്ന് നോക്കുന്നത് നല്ലതാട്ടോ. അതായത് ഇടയിൽ കൂടെയൊക്കെ പോയിട്ട് അപ്പം നമുക്ക് മനസ്സിലാകും ഈ പ്രാണികളൊക്കെ അറ്റാക്ക് ചെയ്യുന്നുണ്ടോ, എന്താ അവസ്ഥ, ഇലകളൊക്കെ ചുരുണ്ട് പോകുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഓരോ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ കൃഷിയൊക്കെ നന്നായിട്ട് ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഞാൻ പയറിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നടന്ന് വരികയാണ്. പയർ കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യമൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തെ പയറിലും പൂക്കളും കായ്കളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെയല്ല, ഇപ്പം ഞാൻ കാണിക്കുന്ന സ്ഥലത്തത്തെ അല്ല, വേറൊരു ഭാഗത്തുകൂടെ ഉണ്ട്. അവിടെയും പയറൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് കുറച്ച് പച്ചമുളക് പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം പച്ചമുളക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള നമുക്ക് അതിന് പറിച്ചെടുക്കാമല്ലോ. പിന്നെ ഇവിടെ കുറച്ച് ചെറുതക്കാളി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചെടുക്കുകയായിരുന്നു. കുറച്ച് 2-4 ചെറുതക്കാളി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയെടുക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഒരു കാട് പോലെ നമ്മുടെ ഓണച്ചെടി അല്ലെങ്കിൽ ബോൾസം ചെടി ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ തോട്ടത്തിൽ നിന്ന് ഇതേ ഒരു വലിയ തക്കാളി കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഞാൻ കറിക്ക് ആവശ്യത്തിനുള്ള കുറച്ച് പച്ചമുളക് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 4 പച്ചമുളക് പറിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പച്ചമുളക് നമ്മൾ നട്ടുണ്ടാക്കുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് അത്യാവശ്യം വരുമ്പോൾ പറിച്ചെടുക്കാം. മറ്റത് നമുക്ക് കടകളിലൊക്കെ പോയി വാങ്ങണം, അത് ഇവിടെ കിട്ടില്ല, ഒരുപാട് ദൂരം പോകണം. പച്ചമുളകിന് ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു കേട്ടോ. ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചമുളക് കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു. അതേപോലെ തന്നെ വേറെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കറിവേപ്പില എന്ന് പറയുന്നത്. അത് പിന്നെ ഞങ്ങൾ എവിടെന്നെങ്കിലൊക്കെ ആയിട്ട് ഒപ്പിക്കും, നമ്മളെ ഇവിടെ ഇല്ല. പിന്നെ കുറച്ച് ചെറിയ തക്കാളി, നമ്മുടെ സാലഡ്സിലൊക്കെ ഇടുന്ന തക്കാളി ഉണ്ടല്ലോ, കണ്ടോ, മഞ്ഞ കളറിലുള്ള ചെറുതക്കാളിയാണ്. ഇത് ചുമക്കില്ല, ഈ ഒരു കളറാട്ടം ഉണ്ടാവുക. അപ്പോൾ കുറച്ച് ചെറുതക്കാളിയും ഒരു തക്കാളിയും കുറച്ച് പച്ചമുളകും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ എന്തെങ്കിലുമൊക്കെ നട്ട് വളർത്തുമ്പോൾ നമുക്കിങ്ങനെ രാവിലെ ചെടിത്തോട്ടത്തിലൂടെ ഇറങ്ങി നടക്കുന്ന ഒരു സന്തോഷമായിരിക്കും. അതുപോലെ ഇതൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കിട്ടും കേട്ടോ. കണ്ടോ, ഇതിപ്പോൾ 2-3 സാധനം ഉള്ളെങ്കിലും ഇതിലൊരു ഹാപ്പിനെസ് ഉണ്ട്. പിന്നെ വിഷമയമില്ലാത്ത നല്ല പച്ചക്കറി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പം നമുക്ക് നേരെ കിച്ചണിക്ക് പോവാം കേട്ടോ. അപ്പം നമ്മൾ കൃഷിയിടത്തു നിന്നൊക്കെ പോയി വന്നു. അപ്പം ഞാൻ രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. നൂൽപുട്ടാട്ടെന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ വാങ്ങുന്നത് ഇവിടെ മാഡം എന്ന് പറയുന്ന ഒരു കമ്പനീൻ്റെ അരിപ്പൊടിയാണ്. ഇതാണ് എനിക്ക് ഇവിടെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പം ഇതുകൊണ്ടാണ് നൂൽപുട്ട് ഉണ്ടാക്കാൻ പോണത്. പിന്നെ അതിനിടെ രാവിലെ പോയപ്പോഴേ പറഞ്ഞു നൂൽപുട്ടിന് തേങ്ങാപ്പാൽ മതി കഴിക്കാനെന്ന്. പക്ഷേ ഞാൻ ഇതുവരെ നൂൽപുട്ടിൻ്റെ കൂടെ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിച്ചിട്ടില്ല. പക്ഷേ കുറേ ആൾക്കാർ ഞാൻ പറയണ കേട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇന്നതൊന്ന് പരീക്ഷിക്കാൻ കൂടെ ഞാൻ എന്തായാലും ഒരു ഗ്രീൻ പീസിൻ്റെ കറിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ കുക്കിംഗ് ഇറക്കാം. അപ്പോൾ അതേപോലെ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞു നമ്മൾ ഇന്ന് വാട്ട് ഐ കുക്കിൻ്റെ ഡേ എന്നാണ് കാണിക്കുന്നത്. അപ്പം എന്തൊക്കെയാണ് ഞാൻ ഉണ്ടാക്കണതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാ റെസിപ്പി വൈസിലായിട്ടൊന്നും കാണിക്കുന്നില്ല, പക്ഷെ എന്തൊക്കെ ഉണ്ടാക്കി എന്നുള്ളത് കാണിക്കാം കേട്ടോ. അപ്പം
നേരെ നമുക്ക് കുക്കിംഗ് കിടക്കാം. അപ്പം ഞാൻ അടുപ്പത്ത് തങ്കുവിനുള്ള ചോറ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. തങ്കുവിനുള്ള ചോറ് ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ നൂൽപുട്ട് കുഴയ്ക്കുമ്പോൾ അതിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ടാണല്ലോ കുഴയ്ക്കാൻ. അപ്പം നമുക്ക് നേരെ നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം കേട്ടോ. അപ്പം ഞാൻ പുറത്ത് പോയി വന്നതുകൊണ്ട് തന്നെ ഞാനെപ്പോഴും കൈ കഴുകും കേട്ടോ. നമ്മുടെ കയ്യിൽ ചെടി ഉണ്ടാകും, നമ്മൾ ചെടിയിലൊക്കെ തൊട്ടിട്ട് വരികയല്ലേ, കൈ കഴുകുക. അപ്പോൾ ഞാൻ കൈയൊക്കെ ഒന്ന് നന്നായിട്ട് വൃത്തിയായി കഴുകുകയാണ്. കഴുകിയതിന് ശേഷം ഞാൻ നൂൽപുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അരിപ്പൊടി ഒരു പാത്രത്തേക്ക് ഇടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം നനവ് കണ്ടപ്പോൾ ടിഷ്യൂ പേപ്പർ എടുത്ത് ഞാൻ തുടച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പാക്കറ്റ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കത്രിക നോക്കുകയാണ്. അപ്പോൾ ആ ഒരു ഡ്രോയർ തുറന്നിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല, കുറച്ച് ടൈറ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു കത്രിക എടുത്തതൊക്കെ പൊട്ടിച്ച് ഇനിയിപ്പോൾ ഞാൻ അരിപ്പൊടി ഇടുകയാണ് കേട്ടോ. ഈ ഒരു ഗ്ലാസ്സിന് ഞാൻ അളന്നിട്ടാണ് ഇടുന്നത്. കുറച്ച് ആവശ്യത്തിനുള്ള നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഓരോ ഗ്ലാസ് ആയിട്ട് ഇടുന്നുണ്ട്. എത്ര ഗ്ലാസ്സാണ് ഞാൻ ഒരു 4 ഗ്ലാസ് ഇട്ടിട്ടുണ്ടാകും. 4 ഗ്ലാസ് ഇട്ടാൽ അത്യാവശ്യം നമുക്ക് ആവശ്യത്തിനുള്ളതുണ്ടാകും. അതായത് ചെറിയ ഗ്ലാസ്സാണിത്, അതുകൊണ്ട് തന്നെ ഒരു 4 ഗ്ലാസ് പൊടി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നൂൽപുട്ടിൻ്റെ അടിയിൽ നമ്മൾ ആ പാത്രത്തിലിടുമ്പോൾ ഇടാൻ കുറച്ച് തേങ്ങ വേണം. അപ്പോൾ ഞാൻ തേങ്ങ ജാറിലിട്ടിട്ടുണ്ട്. ഇതൊന്ന് ക്രഷ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ അരിപ്പൊടിയൊക്കെ അരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് നമുക്ക് ആകെ ചേർക്കാനുള്ളത് ഉപ്പാണ് കേട്ടോ. ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കുണ്ടല്ലോ ചൂടുവെള്ളം ഒഴിക്കാം. ചൂടുള്ള വെള്ളം കുറച്ച് ഒഴിച്ച് ഇളക്കാം. ഇവിടെ ഞാനൊരു ചൂടുവെള്ളമാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് ഇളക്കാൻ വേണ്ടിയിട്ട്. സാധാരണ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല. ഞാൻ ഇങ്ങനെ ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. ഇതിന് പകരം നോർമൽ വാട്ടർ ഉപയോഗിച്ചാലും മതിയായിരിക്കും, കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇത് നൂൽപുട്ടിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ റെഡിയാക്കിയിട്ടുണ്ട്. മാവ് ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മാവ് നമ്മുടെ ഈ നൂൽപുട്ടിൻ്റെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നൂൽപുട്ട്, പുട്ട്, ഈ സംഭവങ്ങളൊക്കെ കുറച്ച് ഭാരപ്പെട്ട പണിയാണെന്നാണ് കേട്ടോ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നെ. പക്ഷേ പുട്ടുണ്ടാക്കി തുടങ്ങിയപ്പോൾ എനിക്ക് ഈസി ആയിട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ പുട്ടൊക്കെ പിന്നെ ഇപ്പം ഞാൻ ഈ സേവനാഴി അടിപൊളി ആയതുകൊണ്ട് എനിക്കിപ്പോൾ നൂൽപുട്ട് ഉണ്ടാക്കുന്നത് ഒരു ബുദ്ധിമുട്ടേ ആയിട്ട് തോന്നുന്നില്ല കേട്ടോ. അടിപൊളി സേവനാഴിയാണ് കേട്ടോ ഈ സംഭവം. നല്ല സ്മൂത്തായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ നൂൽപുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി തട്ടിലേക്ക് കുറച്ച് തേങ്ങയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ സേവനാഴിക്കൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവുമല്ലോ. ഇതിൻ്റെ ആ ഒരു കറക്റ്റ് അച്ചിൽ ഇതിൻ്റെ ഒരു മൂടി വന്നിട്ടില്ലെങ്കിൽ ശരിക്കും നമുക്ക് കറക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ ഈ ഒരു സേവനാഴി അടിപൊളിയാണ്. ഇത് ഏതാ ബ്രാൻഡ്, ഏതാ സംഭവം എന്നൊന്നും എനിക്കറിയില്ല. കാരണം ഇതെൻ്റെ സേവനാഴിയല്ല, ഇത് ഞാൻ അപ്പുറത്തെ വീട്ടിൽ നിന്ന് മേടിച്ച സേവനാഴിയാണ്. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് നമ്മളൊരു ഇങ്ങനെ പ്രസ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇങ്ങനെ എന്താ പറയുക, നമ്മൾ ഒരു ഇങ്ങനെ പ്രസ് ചെയ്താക്കുന്ന ഒരു സാധനമാണ്. ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചാൽ ഇതിൽ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത് അടിപൊളിയാണ്. അതുകൊണ്ട് തന്നെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് ഞാൻ ഒരു റൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അടിപൊളി സംഭവം കേട്ടോ. ഇതിൻ്റെ അച്ചുണ്ടല്ലോ, നമ്മൾ ആ തിരിക്കുന്ന സാധനം അടിപൊളിയാണ് കേട്ടോ. നല്ല സിമ്പിൾ, എന്താ പറയുക, ഒരു ടൈറ്റും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് നമുക്കിത് തിരിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ വേറെയും ഇതുപോലത്തെ നൂൽപുട്ടിൻ്റെ അച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ കുറച്ച് ടൈറ്റായിരുന്നു. പക്ഷേ ഇത് നല്ല സൂപ്പറായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഒരു ഹാർഡായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ ആവശ്യമില്ല. അതായത് ഒരുപാട് പ്രഷർ ഉപയോഗിക്കാൻ ആവശ്യമില്ല. നല്ല സ്മൂത്തായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതിനും കൂടെ നമുക്ക് ആക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് തേങ്ങ കൂടെ വെച്ച് കൊടുക്കാം. അടിയിൽ ഞാൻ തേങ്ങ വെച്ചത് എന്താണെന്ന് വെച്ചാൽ ഒട്ടി പിടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. മുകളിൽ ജസ്റ്റ് ഒരു ഭംഗിക്ക് തേങ്ങ ചുരുക്കാം. ഞാൻ ഈ തേങ്ങ അധികം ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരുണേട്ടന് ഇങ്ങനെ ഇതാണ് കേട്ടോ ഇഷ്ടം. പുട്ടിലാണെങ്കിൽ ഒരുപാട് തേങ്ങ വേണം, നൂൽപുട്ടിലാണെങ്കിലും തേങ്ങ ഇങ്ങനെ മുകളിൽ വിതറണം. അങ്ങനെ ഫുഡിൽ വലിയ നിർബന്ധമുള്ള ആളൊന്നും അരുണേട്ടൻ. എല്ലാ ഫുഡും ഓക്കെയാണ്. പക്ഷേ ഇതിങ്ങനെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു തോന്നലുണ്ടാവും, ഇതിന് മുകളിൽ കുറച്ച് തേങ്ങ വിതരണേ എന്നൊക്കെ പറഞ്ഞിട്ടാവും പോവാം. കാരണം നമ്മളിത് അധികം അങ്ങനെ ഉണ്ടാക്കുന്ന ഫുഡല്ലല്ലോ. നൂൽപുട്ടൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല. നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുള്ളൂ. അപ്പം നാട്ടിലൊന്നും അല്ലല്ലോ. നമ്മളിപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓരോ ആഗ്രഹങ്ങളാണ്, അങ്ങനെ വേണം ഇങ്ങനെ വേണമെന്നൊക്കെ. അപ്പം നമുക്കിത് നേരെ അടുപ്പിലേക്ക് വെക്കാം, പാത്രത്തിലേക്ക് വെക്കാം. അടുപ്പിലുള്ള വെള്ളം ചൂടായിട്ട് നമുക്ക്
ഇഡലി ചെമ്പിലേക്ക് ഇറക്കി വെക്കാം. അങ്ങനെ ആദ്യത്തെ ഒരു റൗണ്ട് നൂൽപുട്ടിൻ്റെത് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇഡലി ചെമ്പിലേക്ക് ഇറക്കി വെക്കാൻ, എന്നിട്ട് ആ പാത്രം കൊണ്ട് കവർ ചെയ്ത് വെക്കാൻ. ഇനിയിപ്പോൾ ആവിയിൽ ഇത് നന്നായിട്ട് വെന്തോളും. അപ്പോൾ അത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാനിപ്പോൾ ഒരു പാത്രം എടുത്ത് കഴുകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ കുറച്ച് സ്പീഡിലായിട്ടായിരിക്കും ഇത് കാണുന്നത്. ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയതാണ് കേട്ടോ, ഇല്ലെങ്കിൽ ഇത് ഭയങ്കര ലാഗായി പോകും. അപ്പോൾ ഗ്രീൻ പീസൊക്കെ എടുത്ത് നന്നായിട്ടൊന്ന് കഴുകി വെച്ചിട്ടുണ്ട്. ഗ്രീൻ പീസ് ഞാൻ കുക്കറിലിട്ട് വിസിലടുപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഗ്രീൻ പീസ് ഇടുന്നതിൻ്റെ കൂട്ടത്തിലൊരു ചെറിയ കഷ്ണം സവോള അതിലേക്ക് അരിഞ്ഞിടണം. അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഗ്രീൻ പീസ് ഞാൻ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കട്ടിംഗ് ബോർഡൊന്നും എടുത്തിട്ടില്ല, ഞാൻ കൈ കൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് ഉള്ളി അരിഞ്ഞിട്ടേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ എല്ലാവരും പറയും കയ്യോറൊക്കെ ഇടണം, ഇല്ലെങ്കിൽ കൈ മുറിയാവുന്നൊക്കെ. കുഴപ്പമൊന്നുമില്ല, എനിക്കിത് കുറച്ച് എളുപ്പമാണ്. ഞാൻ ഇങ്ങനെ ആദ്യം ചെയ്ത് ശീലിച്ചത് കൊണ്ട് എനിക്ക് കുഴപ്പമില്ല കയ്യിൽ ഇങ്ങനെ വെച്ച് അരിയുന്നത്. പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ കട്ടിംഗ് ബോർഡിലൊക്കെ വെച്ച് അരിയാൻ തുടങ്ങിയത് കേട്ടോ. അപ്പം ഉള്ളി കരിഞ്ഞിട്ടു, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ പച്ചമുളക് ഇടാവുന്നതാണ് കേട്ടോ. പക്ഷേ ഞാൻ പച്ചമുളക് അരച്ചിട്ട് ചേർക്കാമെന്നാണ് വിചാരിച്ചത് തേങ്ങേൻ്റെ കൂടെ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് കുക്കറൊക്കെ അടച്ച് ഞാൻ അടുപ്പത്ത് വെക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഫസ്റ്റത്തെ റൗണ്ട് നൂൽപുട്ടാകുമ്പോഴത്തേക്കിനും നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുള്ള നമ്മുടെ ഗ്രീൻ പീസും ആകും. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഞാൻ രണ്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മുടെ സിങ്കിൻ്റെ അടുത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ശരിയാക്കാനുണ്ടായിരുന്നു കേട്ടോ. കുറേ നമ്മുടെ ഗ്രീൻ പീസ് കഴുകിയപ്പോൾ 2-4 ഗ്രീൻ പീസൊക്കെ അതിൻ്റെ ഉള്ളിൽ ചാടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തൊരു പാത്രത്തേക്ക് ഇട്ടു. പിന്നെ എല്ലാ വേസ്റ്റും, അതായത് നേരത്തെ ഒരു കവർ ഉണ്ടായിരുന്നല്ലോ ഗ്രീൻ പീസിൻ്റെ, ആ കവറൊക്കെ ഞാനൊരു പാത്രത്തേക്ക് ഇട്ടുന്ന. പിന്നെ അങ്ങനെ നിരന്ന് കിടക്കണേക്കാട്ടിന് എത്രയോ നല്ലത് ഒരു പാത്രത്തിൽ ഇട്ട് വെക്കുക. എന്നിട്ട് ലാസ്റ്റ് ഇത് ഒന്നായിട്ട് കൊണ്ടുപോയി നമ്മുടെ വേസ്റ്റ് ബിന്നിൽ ഇട്ടാൽ മതിയല്ലോ. അപ്പം അവിടെയൊക്കെ ക്ലീനാക്കി കൈയൊക്കെ ഞാൻ കഴുകിട്ടോ. അതിന് ശേഷം ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റത്തെ റൗണ്ട് നൂൽപുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാത്രം എടുത്തിട്ട് അതിലെ വെള്ളത്തിൻ്റെ ഒരു നനവ്, സാധാരണ എല്ലാ വെള്ളം കളഞ്ഞിട്ടാണ് നമ്മൾ പാത്രം നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ വെക്കാറുള്ളത്. ഇല്ലെങ്കിൽ കാരണം ഇതൊക്കെ മരമാണല്ലോ, അല്ലെങ്കിൽ വെള്ളമൊക്കെ നിന്ന് പിന്നെ അതൊരു ചീത്തയായി പോകും. അതുകൊണ്ട് തന്നെ എല്ലാ വെള്ളം കളഞ്ഞിട്ടാണ് പാത്രങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ വെക്കാറുള്ളത്. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്തൊന്ന് തുടച്ച്, ഇനി എന്തെങ്കിലും ചെറിയ വെള്ളത്തിൻ്റെ നനവുണ്ടെങ്കിൽ പോട്ടെ വെച്ച് ഞാൻ ടിഷ്യൂ എടുത്ത് തുടച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ നൂൽപുട്ട് ഞാൻ പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അടിയിൽ തേങ്ങ കൊടുത്തതുകൊണ്ട് തന്നെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. പിന്നെ നല്ല ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചതുകൊണ്ട് നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ നൂൽപുട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കി വന്നിട്ടുണ്ട്. ഒരു പ്രശ്നമില്ല, ഒട്ടലോ അങ്ങനെ എന്താ പറയുക കുഴഞ്ഞു പോകുന്നു ചെയ്തിട്ടില്ല. നല്ല അടിപൊളി നൂൽപുട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, മാഡം എന്ന് പറയുന്ന കമ്പനീൻ്റെ പുട്ടുപൊടി നല്ല പൊടിയാണ്. പുട്ടുപൊടി അരിപ്പൊടി പറയുന്നത് നല്ല പൊടിയാണ്. ഒരു കമ്പനീനെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല, ഞാൻ ഉണ്ടാക്കിയതിൽ വെച്ച് ഇവിടെ ട്രൈ ചെയ്തതിൽ വെച്ച് എനിക്ക് അതാണ് ബെറ്ററായി തോന്നിയിട്ടുള്ളത്. അപ്പോൾ നൂൽപുട്ടിലേക്കുള്ള കറിയാണ് കേട്ടോ ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ ആദ്യം എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് പച്ചമുളകും ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് നല്ലോണം വഴറ്റിയെടുത്തിട്ട് നന്നായി വഴണ്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഗരം മസാലയൊക്കെ ഇട്ട് കൊടുത്തു. അതിനുശേഷം ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഗ്രീൻ പീസൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ ഗ്രീൻ പീസിൽ ഒഴിച്ച ആ വെള്ളം തന്നെയാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്, കൂടുതൽ വെള്ളവും ചേർത്തിട്ടില്ല. അപ്പം അത് ചേർത്തിട്ട് നല്ലോണം തിളച്ച് വരുന്നുണ്ട്. നല്ലോണം തിളച്ച് വരുമ്പോൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ അരപ്പിൽ നമ്മൾ തേങ്ങ, കുറച്ച് ചെറിയ ജീരകം, അതുപോലെ തന്നെ ഒരു 2 പച്ചമുളക്, അപ്പോൾ അത് 3 കൂട്ടി. പച്ചമുളക് ഞാൻ ആദ്യം വഴറ്റാൻ ഒരു 2 എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ തേങ്ങ അരച്ചതിൽ ഞാൻ പച്ചമുളക് ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതൊക്കെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. മിക്സ് ചെയ്ത് കുറച്ചൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഓഫ് ആക്കാവുന്നുള്ളൂ. ആ ഓഫ് ആക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തിള വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ഇട്ടാൽ മതി കേട്ടോ. എരിവൊക്കെ നോക്കിയിട്ട് പാകത്തിനുള്ള കുരുമുളക് പൊടി ഇട്ടാൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിടാം. കുരുമുളക് പൊടി നമ്മൾ ചേർക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ചേർക്കുന്നതായിരിക്കും ഒന്നും കൂടെ ടേസ്റ്റ് കിട്ടോ. അപ്പം ഇതിവിടെ ഞാൻ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അപ്പുറത്തെ അടുപ്പിൽ ഞാനൊരു ചെറിയ ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുക് വറുത്തിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ കേട്ടോ. എണ്ണ ചൂടായിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ. കറിവേപ്പില എന്നിട്ട് ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ, കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുള്ളൂ കേട്ടോ.
അപ്പോൾ അതൊക്കെ നമ്മുടെ ഈ ഒരു കറിയിലേക്ക് ഇട്ടു. എന്നിട്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ അരുണേട്ടൻ കഴിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ വാട്ടായി കുക്കിങ്ങിനിടയിൽ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇന്നത്തത്. ഈ നൂൽപുട്ടും ഗ്രീൻ പീസ് കറിയും അതേപോലെ തന്നെ തേങ്ങാപ്പാലും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഉണ്ടാക്കുന്നതൊന്നും പിന്നെ പ്രത്യേകിച്ച് കാണിക്കാനില്ലല്ലോ. അപ്പോൾ തേങ്ങാപ്പാലും ഇവിടെ റെഡിയാണ്. അപ്പോൾ അരുണേട്ടൻ തേങ്ങാപ്പാലും നൂൽപുട്ടും കൂട്ടിയിട്ടാണ് ആദ്യം കഴിക്കുന്നത് കേട്ടോ. പിന്നെ കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഗ്രീൻ പീസ് കറി. ഒരുപാട് ലൂസും അല്ല എന്നാൽ ഒരുപാട് തിക്കും അല്ലാത്ത നല്ലൊരു കറിയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല കേട്ടോ, നല്ല കറിയാണെന്ന് അരുണേട്ടൻ പറഞ്ഞു, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. അതേപോലെ തന്നെ നമ്മുടെ നൂൽപുട്ടും തേങ്ങാപ്പാലും ഇതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ഉച്ചത്തേക്ക് ഞാൻ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ ബിരിയാണിയൊക്കെ നമ്മുടെ ചാനലിൽ ഞാൻ കുറേ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലുതായിട്ട് റെസിപ്പീസ് ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളി അരിയാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഒരു 2-3 ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള 3 ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ കുക്കറിൽ ഞാൻ ഉള്ളി വഴറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ പാത്രത്തിൽ ഇഡലിച്ചമ്പിലാട്ടോ ഞാൻ അരി കുക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ ഇതിൽ ഞാൻ നെയ്യ് ഒഴിച്ച് കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പൂ, വയനയില പിന്നെ കുറച്ച് ഉള്ളി ഇട്ടിട്ട് വഴറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി വെള്ളവും അരിയൊക്കെ ചേർക്കണം. ആവുന്നതേ ഉള്ളൂ കേട്ടത്. അപ്പോൾ അതേ നെയ്ച്ചോറ് ഞാൻ ഈ ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഉണ്ടാക്കുന്നത്. മറ്റേൻ്റെ അടി പെട്ടെന്നൊന്ന് കരിഞ്ഞു പോയി. അപ്പോൾ ഞാനത് ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെക്കാം കേട്ടോ. നെയ്ച്ചോറിൻ്റെ എല്ലാ നെയ്ച്ചോറല്ല, ബിരിയാണിക്കുള്ള റൈസ് അത് ഏകദേശം ഓക്കെയാണ്. ഇനി അടച്ച് വെച്ച് വേവിച്ചാൽ മാത്രം മതി. ഇതിൽ ആദ്യം നമ്മൾ നെയ്യ് ഒഴിക്കുക, പിന്നെ എല്ലാ ഓൾ സ്പൈസസ് ഇടുക, പിന്നെ ഉള്ളി ഇടുക. അത് വഴണ്ടി വരുമ്പോൾ നമുക്ക് അരി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് വറുത്തെടുക്കണ പോലെ എടുക്കാം. അല്ലെങ്കിൽ ഡയറക്റ്റ് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ചൂടാകുമ്പോൾ അരി ഇട്ടാലും മതി. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇനി ഞാനതൊന്ന് കവർ ചെയ്യട്ടെ കേട്ടോ ഈ പാത്രം. പിന്നെ ബിരിയാണിക്ക് മെയിനായിട്ട് നമ്മൾ ചേർക്കുന്നത് പച്ചമുളകാണ്. അപ്പോൾ ഞാൻ മുറ്റത്തുനിന്ന് കുറച്ച് പച്ചമുളകൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. ഒരു 10-15 പച്ചമുളകൊക്കെ ഞാൻ അതിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലിടുകയാണ്. എന്നിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പം ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള പച്ചമുളക് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതേ കുക്കറിൽ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നമ്മുടെ പച്ചമുളക് ക്രഷ് ചെയ്തത് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ചതച്ച് വെച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പേസ്റ്റായിട്ട് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ചതച്ചിട്ട് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പം ഇഞ്ചി വെളുത്തുള്ളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണ വരെ നമ്മൾ മിക്സ് ചെയ്യണം കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് ഒരു 2 തക്കാളി, സ്കിന്നോട് കൂടിയിട്ടുള്ള തക്കാളി 2 നമ്മൾ അരിഞ്ഞിട്ടിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഒന്നൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ നേരത്തെ തന്നെ ചിക്കനിൽ നമ്മുടെ തൈരും മഞ്ഞൾപ്പൊടിയും അതുപോലെ കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമ്മൾ ഈ ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ചിക്കനിലേക്ക് എല്ലാ മസാലകളും അങ്ങ് പിടിച്ച് കിട്ടും കേട്ടോ, നേരത്തെ തന്നെ നമ്മളത് ശരിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉടയാതെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇളക്കിയെടുത്തിട്ട് ഇതിലേക്ക് ഇളക്കിയെടുത്തിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ചിക്കനിൽ എന്തായാലും വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ കുക്കർ ഒന്ന് മൂടി വെച്ചിട്ട് ഒരൊറ്റ വിസിൽ ചെയ്യിക്കുക. അപ്പോൾ ആ ഒരൊറ്റ വിസിൽ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിക്കനിലുള്ള വെള്ളമൊക്കെ അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും, ചിക്കനും വെന്തിട്ടുണ്ടാവും പെട്ടെന്ന്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഗരം മസാലയും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇത് ഇളക്കി കൊടുത്ത് മൂടി വയ്ക്കുക. അപ്പോഴത്തേക്കും ചിക്കൻ റെഡിയാവും. അപ്പോൾ ഈ ചിക്കൻ റെഡി ആവുന്ന സമയം കൊണ്ട് ഞാനിവിടെ കുക്കുംബർ ശരിയാക്കുകയാണ് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്യാവശ്യം വലിയൊരു കുക്കുംബറാണ്. അപ്പോൾ അതിൻ്റെ പകുതി ഭാഗം എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം ഇതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് കുക്കുംബർ, ക്യാരറ്റ്, സവോള അങ്ങനെ അതെല്ലാം ചേർത്തിട്ടാട്ടോ നമ്മൾ സാലഡ് ഉണ്ടാക്കുന്നത്.
അപ്പോൾ ഇതേ കുക്കുംബറും ക്യാരറ്റും ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നടുവത്തെ ആ ഒരു സീഡ് കളയാണ്ട്, കാരണം അത്യാവശ്യം വലുപ്പമുള്ള കുക്കുംബർ ആയതുകൊണ്ട് സീഡ് കുറച്ച് ഹാർഡാണ്. അപ്പോൾ അതെടുത്ത് കളഞ്ഞു. എന്നിട്ട് ഞാൻ ചെറിയ ചെറിയ കഷ്ണാക്കാണ്. ഇവിടെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമുക്ക് സാലഡ് നിർബന്ധമാണ് കേട്ടോ, എന്തെങ്കിലും ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, മനസ്സിനൊരു സംതൃപ്തി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സാലഡ് ഉണ്ടാക്കുന്നത്. പിന്നെ ഈ സാലഡ് ഉണ്ടാക്കുമ്പോൾ തൈരും സവോളയും മാത്രം ഇടാതെ ഇതെല്ലാം ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാൻ തൈര് എടുത്തിട്ടുണ്ട്. അപ്പോൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള കുക്കുംബറും ക്യാരറ്റും സവോളയും ഒക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് പച്ചമുളകും കൂടെ ചേർക്കണം കേട്ടോ. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും പച്ചമുളക് ചേർത്താൽ. പച്ചമുളക് കറിവേപ്പിലൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ, പക്ഷേ കറിവേപ്പിലൊന്നും ഞാൻ ചേർക്കുന്നില്ല, കാരണം കറിവേപ്പിലൊക്കെ നമ്മളിത് ചേർത്തിട്ടുണ്ട് എന്തായാലും എടുത്ത് കളയണം. അതൊന്നും ഞാനൊന്നും കഴിക്കത്തില്ല, അപ്പോൾ അതുകൊണ്ട് കറിവേപ്പില ചേർത്തിട്ടില്ല. പിന്നെ പച്ചമുളക് ഞാൻ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം, വേണമെങ്കിൽ ചേർക്കണ്ട കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പച്ചമുളക് ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് പച്ചമുളകൊക്കെ ചേർത്ത് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഞാനതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ബിരിയാണിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുന്തിരി ചൂടാക്കിയെടുക്കുകയാണ്, മുന്തിരി വറുത്തെടുക്കുകയാണ്. മുന്തിരിയും അണ്ടിപ്പരിപ്പും കുറച്ച് ഉള്ളിയും കൂടെ വറുത്തെടുക്കുകയാണ്. അതാകുമ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലിടാമല്ലോ, അപ്പോൾ അതിനൊരു ടേസ്റ്റും കിട്ടും. പിന്നെ ഞാൻ നെയ്യിലാണ് അത് വറുത്തെടുക്കണത്. അപ്പോൾ അതേ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയാണ്. ചോറൊക്കെ ഇട്ട് ശരിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളി അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ച് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും റെഡി ആവട്ടത്. പിന്നെ ഞാൻ കുറച്ച് അതിലുണ്ടായിരുന്ന ഗ്രേവി കുറച്ച് നേരം മുകളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ മുകളിലത്തെ ചോറിലേക്കും കുറച്ച് മസാലയൊക്കെ ആവും. അപ്പോൾ ഇത് ഞാൻ ഇത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ബിരിയാണി കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് കഴിക്കാം. അപ്പോൾ ഉച്ചക്കത്തുള്ള ലഞ്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി, പപ്പടം, അച്ചാറ്, സാലഡ്. അച്ചാറ് ഉപ്പുമാങ്ങ അച്ചാറാണ് കേട്ടോ, നമ്മുടെ കണ്ണിമാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, ആ അച്ചാറാണ്. അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ടാണ് നമ്മൾ ലഞ്ച് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ വാട്ട് ഐ കുക്കിൻ്റെ എന്ന് പറയുന്നത്, അതായത് എന്തൊക്കെയാണ് ഇന്നത്തെ ഒരു സ്പെഷ്യൽ എന്നുള്ളൊരു നമ്മുടെ ഈ ഒരു വ്ളോഗിൽ രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കാണിച്ചു, അതുപോലെ ഉച്ചയ്ക്ക് നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയത് കാണിച്ചു. അപ്പം ഈവനിങ്ങിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മിക്സറാണ് കേട്ടോ. അതായത് മിക്സർ അല്ലെങ്കിൽ മിക്സ്ചർ എന്നൊക്കെ പറയും, നമ്മുടെ ഭാഷയിൽ നമ്മൾ മിക്സർ എന്നാണ് പറയാം. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഞാൻ ഇതുവരെ ആയിട്ടും മിക്സർ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ യൂട്യൂബിൽ ഞാൻ കണ്ടപ്പം അത് ഒരു ദിവസം ഇങ്ങനെ ഉണ്ടാക്കണം എന്ന് തോന്നി. അപ്പോഴാണ് നമ്മുടെ ഈ സേവനാഴി കിട്ടിയത്. ആക്ച്വലി ആ സേവനാഴി എൻ്റെ സേവനാഴി അല്ല കേട്ടോ, അത് അപ്പുറത്തെ വീട്ടിലെ സേവനാഴിയാണ്. കാരണം എൻ്റെ അടുത്തുള്ളത് ഇങ്ങനെ പ്രസ് ചെയ്യണതുണ്ടല്ലോ, ഇങ്ങനെ പ്രസ് ചെയ്യണ സേവനാഴിയാണ്. പക്ഷെ അത് അത്രയ്ക്ക് കിട്ടുന്നില്ല, സ്റ്റക്കായി പോവുകയാണ്. അപ്പം അത് രാവിലെ ഞാൻ അപ്പുറത്തെ വീട്ടിൽ നിന്ന് മേടിച്ചോണതാണ്. അപ്പം അതാണ് നല്ല സ്മൂത്തായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ തിരിച്ചു കൊടുക്കുന്നതിന് പിന്നെ കുറച്ച് മിക്സർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. മിക്സർ പലരും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നുണ്ടാവുക. അപ്പം ഞാൻ എൻ്റെ രീതിയിൽ, അതായത് യൂട്യൂബൊക്കെ നോക്കി നമ്മൾ മുന്നേ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ മിക്സർ ഉണ്ടാക്കിയിട്ട് അവരൊക്കെ കഴിക്കണുണ്ട്. അപ്പം ഒരാഗ്രഹം, കാരണം നമുക്കിവിടെ മിക്സറൊന്നും കിട്ടത്തില്ല. ഇവിടുത്തെ ബേക്കറി കടകളിൽ അങ്ങനെ ഷോപ്പിലൊന്നും മിക്സറൊന്നും കിട്ടത്തില്ല. നാട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും വരുമ്പോഴൊക്കെ ഇത് കിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം എന്തായാലും നമുക്ക് വൈകുന്നേരത്തേക്കുള്ള ഒരു 4 മണി പലഹാരം എന്ന് പറയുന്ന പോലെ നമുക്കൊരു മിക്സർ ഉണ്ടാക്കി നോക്കാം. പിന്നെ ഈ മിക്സർ ഉണ്ടാക്കുന്നതോടെ നമ്മുടെ ഇന്നത്തെ കുക്കിംഗ് ഒക്കെ കഴിയും കേട്ടോ. കാരണം എന്താ വെച്ചാൽ രാത്രിയിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാറില്ല. വൈകുന്നേരം എന്തെങ്കിലും ഇതുപോലെ ലൈറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ സ്റ്റോപ്പ് ചെയ്യും. കാരണം വിശപ്പ് ഉണ്ടാവാറില്ല, ഒരുപാട് വെള്ളമാണ് കുടിക്കുക. അപ്പം നമുക്ക് മിക്സറും കൂടെ ഉണ്ടാക്കാം. അപ്പോൾ മിക്സർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ കാണിച്ചു തരാം. 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്, കടലപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ എത്രയാണോ കടലമാവ് എടുക്കുന്നത് അതിൻ്റെ നേർ പകുതിയാണ് കേട്ടോ നമ്മൾ അരിപ്പൊടി എടുക്കേണ്ടത്. കുറച്ച് നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്, ഒരുപാട് വലിയ തരികളൊന്നുമില്ല. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള കുറച്ച് കറിവേപ്പില. എൻ്റെ അടുത്ത് എത്ര ഉള്ളൂ കറിവേപ്പില കണ്ടോ, ഇതാണ് ഞാൻ കറിവേപ്പില ഇട്ട് വെച്ച കുപ്പി. ഇതിലാകെ ഇനി ഇത്തിരി ഉള്ളൂ, അതിൽ കുറച്ച് ഇനി കറിവേപ്പില ഉള്ളൂ കേട്ടോ. കാരണം ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ കറുത്തൊക്കെ പോയിട്ടുണ്ട്. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ടിരുന്നതാണ്, ഇപ്പം ഒന്ന് പുറത്തെടുത്ത് വെച്ചതാണ്. അപ്പം അതിൽ എടുത്തിട്ടുള്ള കുറച്ച് കറിവേപ്പിലയാണ്. കറിവേപ്പില നല്ല ഫ്രഷ് അപ്പലാണ്ടി അല്ലെങ്കിൽ ഗ്രൗണ്ട് നട്ട് എന്ന് പറയുന്നത്. പിന്നെ പൊട്ടുകടല, പിന്നെ വെളുത്തുള്ളി ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ചത് കണ്ടോ, ഇങ്ങനെ തൊലി കളയാതെ ജസ്റ്റ് ഒന്ന് നമ്മൾ അമക്കും, എന്താ പറയുക, ഒരു കട്ടിയുള്ള സാധനം കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് അമർക്കുമല്ലോ, അങ്ങനെ ആക്കിയെടുത്തിട്ടുള്ള വെളുത്തുള്ളി. പിന്നെ കുക്ക് ചെയ്യാനുള്ള ചട്ടി, പിന്നെ ഒരു അരിപ്പയും ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ പൊടികളൊക്കെ ഇതിലേക്ക് ഇട്ടിട്ട് അരിക്കാം. നമുക്ക് ആദ്യം കടലപ്പൊടി ഇടാം.
1 കപ്പ്. പിന്നെ 1/2 കപ്പ് അരിപ്പൊടി ഇടാം. ഇതിലേക്ക് വേണ്ട മസാലകളൊക്കെ നമുക്ക് ഇടാം കേട്ടോ. ആദ്യം ഞാൻ ഇതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട്. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കളർ കിട്ടാനാണ് കേട്ടോ. കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കായത്തിൻ്റെ പൊടി കഴിഞ്ഞു കേട്ടോ. ആകെ ഇച്ചിരി ഉണ്ടെന്നുള്ളൂ, മൊത്തം ഞാനിതിൽ ഇട്ടിട്ടുണ്ട്. കാരണം നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. തട്ടുമ്പോഴേ ഇത് കിട്ടുന്നുള്ളൂ. അപ്പോൾ കഴിഞ്ഞു. ഇനി അടുത്ത മാർക്കറ്റിൽ പോകുമ്പോൾ വേണം, ഷോപ്പിങ്ങിൽ പോകുമ്പോൾ വേണം കായത്തിൻ്റെ പൊടി വാങ്ങാൻ. അപ്പോൾ അത് കഴിഞ്ഞു. ഇതെല്ലാം ഒന്ന് നമുക്ക് അരിച്ചെടുക്കാം. അപ്പം അതേ നമ്മുടെ പൊടിയൊക്കെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് അല്പാൽപ്പമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കുഴച്ചെടുക്കണം കേട്ടോ. അതെ, നമ്മുടെ മാവ് നമ്മൾ കുഴച്ചിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കപ്പിൽ ഞാൻ കുറച്ച് മാവ് എടുത്തിട്ട് കുറച്ചധികം വെള്ളം ചേർത്തിട്ട് ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലൂസ് കൺസിസ്റ്റൻസിയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ സേവനാഴിയിലേക്ക് ഈ മാവ് ഒന്ന് നിറയ്ക്കാം. നമ്മുടെ കയ്യിൽ കുറച്ച് ഒട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അതൊന്നും കുഴപ്പമില്ല, കൈ കഴുകി കളഞ്ഞാൽ മതി. ബാക്കിയും കൂടെ ഇതിൽ ഫിൽ ചെയ്താൽ മതി. ഞാനിപ്പോൾ ഒരൊറ്റ സേവനാഴിക്കുള്ള പൊടി എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ സേവനാഴി നമുക്കിനി അടച്ചു കൊടുക്കാം. അപ്പോൾ മിച്ചർ ഉണ്ടാക്കാനുള്ള ഒരു നീണ്ടിട്ടുള്ളൊരു സാധനം ഉണ്ടാവുമല്ലോ, അതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേ നമ്മൾ സേവനാഴിയിൽ ഇട്ടിട്ടുള്ള മാവ് നമ്മൾ തിരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് ഉണ്ടാക്കാൻ. ഇതിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ശ്രദ്ധിക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മളിവിടെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബൂന്തി ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഇനി ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓട്ടയുള്ള ഒരു സ്പൂൺ ഉണ്ടല്ലോ, നമ്മൾ എണ്ണയിലൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ വറുത്ത് കോരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്പൂണ്, അതിലേക്ക് ഞാൻ ഈ ബൂന്തിൻ്റെ മാവ് ഇട്ടിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ ബൂന്തി കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ബൂന്തി ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ബൂന്തി ഉണ്ടാക്കുമ്പോൾ അങ്ങനത്തെ ആ ഓട്ടയുള്ള 2 സ്പൂൺ ഉണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇതിൽ കുറച്ച് ബുദ്ധിമുട്ടാവും. ഞാൻ കുറച്ച് ബുദ്ധിമുട്ടി, കാരണം എൻ്റെ അടുത്ത് അങ്ങനത്തെ 2 ഉണ്ടായിരുന്നില്ല, 1 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ബൂന്തിയൊക്കെ ഉണ്ടാക്കിയത് ബൂന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബൂന്തി അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ സെയിം എണ്ണയിൽ ഇതെല്ലാം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഒന്ന് വറുത്ത് കോരാം. ഇനി അടുത്ത് കറിവേപ്പില, പൊട്ടുകടല, അപ്പോൾ എല്ലാം നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ബൂന്തി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ബൂന്തി അത്ര പെർഫെക്റ്റ് ആയില്ല, 2 കോരിയൊക്കെ വേണം. എൻ്റെ കയ്യിൽ ആകെ ഓട്ടമുള്ളത് 1 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അത് അത്ര പെർഫെക്റ്റായി കിട്ടാനത്. പെർഫെക്റ്റ് ആകാത്ത നമുക്ക് മാറ്റിയേക്കാം. പൊട്ടുകടല ഞാൻ കുറച്ച് ഇടുന്നുള്ളൂ കേട്ടോ. നമ്മൾ വറുത്ത് ഒരു ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് മതി. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടി കൂടെ ചേർക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കഴിഞ്ഞപ്പോൾ ഞാനത് ചേർത്തിട്ടില്ല.
ഫൈനലി നമ്മുടെ മിക്സർ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. പിന്നെ ഞാൻ പൊട്ടുകടലയാണെന്ന് വിചാരിച്ചിട്ട് ഫ്രൈ ചെയ്തത് ഈ ഒരു കടലയാണ് കേട്ടോ, നമ്മുടെ പരിപ്പോടെയൊക്കെ ഉണ്ടാക്കുന്ന കടല. പക്ഷെ അത് ഫ്രൈ ചെയ്ത് വന്നപ്പോൾ കുറച്ച് കട്ടിയായിപ്പോയി, അതുകൊണ്ട് ഞാൻ അധികം ഇട്ടില്ല, കുറച്ച് ഇട്ടിട്ടുള്ളൂ. അറിയത്തുണ്ടായിരുന്നില്ല എനിക്ക്. അപ്പം നമുക്ക് ജസ്റ്റ് ഒക്കെ ഒന്ന് എന്താ പറയുക, നമ്മുടെ മിക്സറിൻ്റെ ഒക്കെ ടേസ്റ്റിന് വേണ്ടി കഴിക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ ഉണ്ടാക്കിയാണല്ലോ ഇത് സംഭവം ശരിയാവുക. അപ്പം നമുക്ക് ഇനിയും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ കുഴപ്പമില്ല, അടിപൊളി, നല്ല അടിപൊളി മിക്സർ. ഞാൻ അരുണേട്ടൻ വന്നിട്ട് ചോദിച്ചു നോക്കാം, അരുണേട്ടന് ഇഷ്ടമായോ, അതിന് ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെയുള്ള ചോദിച്ചു നോക്കാം. എനിക്ക് കുഴപ്പമില്ല. അരുണേട്ടൻ അതേ വൈകുന്നേരം ചാടിക്കാൻ വന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കായിരുന്നു എങ്ങനെയുണ്ട് മിക്സർ എന്നുള്ളത്. കാര്യത്തില്ലേ അത്രയ്ക്ക് പറയില്ല, അപ്പൊ ആൾക്കാർ പറയും എന്നെ പൊക്കി പറയാന്ന് പറയും. ഞാൻ നല്ലതെന്ന് പറയാറില്ലേ. ഓക്കെ, സന്തോഷം. ഒരു മൈനോട് പറയാൻ വേണമെങ്കിൽ എല്ലാം ഭയങ്കര ഈ സാധനമല്ലേ, കുരുകുരു ഉണ്ടാകുന്ന സാധനം, ഈ സാധനം കുറച്ചും കൂടി ക്രിസ്പി ആവാനുണ്ട്. ക്രിസ്പി അല്ല, അത് ചതഞ്ഞു പോകും. മിക്സർ അടിപൊളി. എന്താന്നറിയോ, എന്താന്ന് എനിക്കും അറിയില്ല കറക്റ്റ്. അതെ, നമ്മുടെ അടുത്ത് ആകെ ഒരു ഓട്ടമുള്ള സ്പൂണല്ലേ ഉള്ളൂ, ഇങ്ങനെ ഓട്ടമുള്ള സ്പൂണ്, തവി. അപ്പോൾ 2 എണ്ണം വേണം. ഒന്ന് നല്ല ക്രിസ്പി ആയിട്ട് എടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരെണ്ണം വേണം. ഞാൻ പിന്നെ പെട്ടെന്ന് കരിഞ്ഞാൽ വെച്ചിട്ട് വേറൊരു സ്പൂൺ കൊണ്ടാണ് അത് കോരിയെടുത്തത്. മിക്സർ അടിപൊളിയാണ്, എരിവും ടേസ്റ്റും ഒക്കെ ഉണ്ട്. പിന്നെ കായം കുറച്ച് കുറവായിരുന്നു, എന്നാലും ഉള്ളതൊക്കെ ഞാൻ തട്ടിയിട്ടുണ്ട് ഇതിൽ. അപ്പം എന്താ പറയുക, അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ കുക്കിങ്ങുകൾ, അതായത് രാവിലത്തെ, ഉച്ചക്കത്തെയും വൈകുന്നേരത്തെയും. അപ്പോൾ രാത്രിയിൽ ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാറില്ല കേട്ടോ. വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യലാണ്. 5 മണി 5:30 കഴിച്ചിട്ട് നിർത്തും. കാരണം 5 മണി 5:30 ആകുമ്പോഴത്തേ അരുണേട്ടൻ ചായ കുടിക്കാൻ വരും ആ ഒരു സമയത്ത്. അപ്പം അന്നേരം ഞങ്ങൾ ചായയോ എന്തെങ്കിലും കുടിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യും. പിന്നെ വിശക്കാറില്ല, ഒന്നാമത് അങ്ങനെയാണ്, അതുകൊണ്ടാണ്. അപ്പം ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വാട്ടായി കുക്കിംഗ് ഡേ എന്ന് പറയുന്ന ഒരു ദിവസത്തെ എൻ്റെ കാര്യങ്ങൾ. അപ്പം ഇന്ന് സാധാരണ നമ്മുടെ വീട്ടിൽ തമാലയാണ് ഫുഡ് ഉണ്ടാക്കാറ്. കാരണം ഞാൻ തമാലയ്ക്ക് ഫുഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് ഫ്രീ ടൈം കിട്ടും, അപ്പം എനിക്ക് എഡിറ്റ് ചെയ്യാനും കമൻറ്റിന് റിപ്ലൈ ചെയ്യാനൊക്കെ പറ്റും. അല്ലെങ്കിൽ എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും നമുക്ക് അങ്ങോട്ട് കഴിയലുണ്ടായിരുന്നില്ല. അപ്പം തമ്മല മാത്രമല്ല, തമ്മലിന് ഞാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ അവൾക്കറിയാത്ത വിഭവങ്ങളൊക്കെ ഞാൻ വെക്കും, അങ്ങനെയാണ്. അപ്പം ഇന്ന് അവൾക്ക് ഓഫ് ഡേ ആയതുകൊണ്ടാണ് ഞാൻ ഫുള്ള് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, കുറച്ച് ലെങ്തി ആയിട്ടുണ്ടാകും. ഇനി അടുത്തൊരു വീഡിയോയിൽ പുതിയ കാര്യങ്ങളുമായിട്ട് വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണേ. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം. അതുവരേക്കും ബൈ ബൈ.